അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുടഞ്ഞ് ഹൈക്കോടതി. റാമിന്റെ അറസ്റ്റിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റിയെന്ന് ഡിവൈഎസ്പിയോട് ചോദ്യം. വെറുതെ അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തരുതേ എന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ശ്യാം ദേവരാജ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, അപ്പോൾ കോടതി പറയുന്നത് സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കാൻ ഇവിടെ കോടതിയുണ്ട്. ആഭ്യന്തര വകുപ്പിനെ നാണം കെടുത്താനാണോ ഡിവൈഎസ്പിയുടെ ശ്രമം? 11 കേസുകളിലും തെറ്റുപറ്റില്ല, പിന്നെ ഒരു കേസിൽ മാത്രമായിട്ട് എങ്ങനെ തെറ്റുപറ്റും? താങ്കൾക്ക് നിയമം അറിയില്ലേ? എങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ലേ? സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചുള്ള യാതൊരു ബോധവും തങ്ങൾക്കില്ലേ? ഇത്തരത്തിൽ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ പ്രതി റാമിന് വേണ്ടി അയാളുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പണത്തിന് മേലെ പരുന്ത് പോലും പറക്കില്ല എന്ന്. അപ്പോൾ അത്തരത്തിൽ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് പ്രതി റാമിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണോ കോടതി കരുതുന്നത്? ശ്യാം, വിമർശനമെന്ന് പറഞ്ഞാൽ പോരാ, അത് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു, ബെഞ്ചിനടുത്തേക്ക് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വിളിച്ചു വരുത്തുന്നു. തുടർന്നാണ് നിരവധിയായ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, ശകാരം ഒക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹൈക്കോടതി ഉയർത്തുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. സുധീർ കല്ലൻ ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി? ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10ൽ 9ലും വീഴ്ചയില്ല. ഈ അറസ്റ്റിൽ മാത്രം എങ്ങനെ? ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റി? അറസ്റ്റിലെ നിയമ നടപടിക്രമങ്ങൾ അറിയില്ലേ? പ്രതിയെ അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാത്തത് മനഃപൂർവ്വമാണോ എന്നുമാണ് ഡിവൈഎസ്പിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ നിങ്ങളെ നിരന്തരം വിളിച്ചില്ലേ? തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം? മറ്റ് ഒരു മുറിവും പറ്റിയില്ല, പക്ഷേ പറ്റിയത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകും ഡിവൈഎസ്പി എന്നും ഹൈക്കോടതി ഡിവൈഎസ്പി സുധീർ കല്ലനോട് പറയുകയാണ്. മാത്രമല്ല, കോടതിയും നീതിയും അന്യം നിന്നു പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാനാവില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കിയല്ല അന്വേഷിക്കേണ്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി കടുത്ത ഭാഷയുള്ള വിമർശനമായി ഉന്നയിക്കുന്നു. എന്താണ് മേൽനോട്ട ചുമതല എന്നാണ് SP KB വേണുഗോപാലിനോട് ഹൈക്കോടതിയുടെ ചോദ്യം. എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചോ? അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിച്ചോ എന്ന് പരിശോധിച്ചോ എന്നും SP ചോദിക്കുന്നു. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കാനുള്ള മേൽനോട്ടമാണ് SP നടത്തേണ്ടത്. നിയമവും നടപടിക്രമങ്ങളും പാലിക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. ഓരോ കേസിലും പ്രത്യേക നിർദ്ദേശം കോടതി നൽകുന്നത് സാധ്യമല്ല. ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾക്ക് ഒരു പ്രതിയെയും രക്ഷിക്കാനാവില്ല. പ്രതി രക്ഷപ്പെടണോ എന്നത് കോടതികൾ നിയമ നടപടി പ്രകാരം തീരുമാനിക്കും. വെറുതെ അനാവശ്യമായ ശ്രമങ്ങൾ നടത്തരുത്, അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തരുത് എന്നുമാണ് ഹൈക്കോടതി 2 ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഡിവൈഎസ്പിക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കാനും സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കോടതിയിലെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നിർദ്ദേശം നൽകി. ഇത്തരമൊരു നിർദ്ദേശം നൽകാൻ സർക്കാർ അഭിഭാഷകന് ആരാണ് അധികാരം നൽകിയത് എന്നായിരുന്നു ഹൈക്കോടതി ഈ സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ച ചോദ്യം. ശരി ശ്യാം, ഈ നിതിൻ രാജിന്റെ കുടുംബത്തിന്റെയും ആ പിതാവിന്റെയും ഒക്കെ ആവർത്തിച്ചുള്ള കണ്ണുനീർ, അതോടൊപ്പം കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നുള്ള വാക്ക്, കഴിഞ്ഞ 3 മാസമായ ഒളിവിലായിരുന്നു ഈ പ്രതി. പക്ഷേ ഈ പിതാവിന്റെ കണ്ണുനീർ ആ സർക്കാർ കേട്ടിട്ടില്ല, ആഭ്യന്തര വകുപ്പ് കേട്ടിട്ടില്ല, പോലീസ് കേട്ടിട്ടില്ല. പക്ഷേ കോടതി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടി അവർക്ക് നീതി ഉറപ്പാക്കാൻ കോടതി ഉണ്ടാവും എന്നുള്ള ആ വാക്ക് ഈ സമൂഹത്തിനാകെ നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസം നൽകുന്ന കാര്യവുമാണ്.